വൈദ്യുത കാറുകളോടുള്ള പ്രിയം നിലവിൽ കുറഞ്ഞു വരികയാണ്. അടുത്തിടെ പുറത്തുവന്ന പാർപ്ലസ് സർവേ വൈദ്യുത കാറുടമകളുടെ ആശങ്കകളും ചിന്തകളും പ്രതിഫലിപ്പിച്ചിരുന്നു. ഇന്ത്യയിലെ വൈദ്യുത കാറ് ഉടമകളില് വലിയൊരു വിഭാഗവും ഒരു തിരിച്ചുപോക്കിനെക്കുറിച്ചു ചിന്തിക്കുന്നുവെന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഡൽഹി, NCR, മുംബൈ, ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളിലെ EV കാറുടമകളില് 51% പേരും ICE കാറുകളിലേക്ക് തിരിച്ചുപോവുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുവെന്നാണ് തുറന്നുപറയുന്നത്. ഇന്ത്യ നഗരങ്ങളിലെ 500 EV കാറുടമകൾക്കിടയിലാണ് പാർപ്ലസ് സർവേ നടത്തിയത്. സുരക്ഷിതവും എളുപ്പം എത്താവുന്നതുമായ ചാർജിംഗ് സ്റ്റേഷനെക്കുറിച്ചുള്ള ആശങ്ക സർവേയിൽ പങ്കെടുത്ത 88% പേരും പങ്കുവെക്കുന്നു. ഇതാണ് റേഞ്ചിനേക്കാൾ ആശങ്കയെന്നും EV കാറുടമകൾ പറയുന്നുണ്ട്. റേഞ്ച് ആശങ്കയേക്കാൾ ചാർജിംഗ് ആശങ്കയാണ് പ്രധാന പ്രശ്നമെന്നാണ് EV കാറുടമകളുടെ അനുഭവം. ദീർഘദൂരയാത്രകളിൽ ഒറ്റ ചാർജിൽ സഞ്ചരിക്കാനാവുന്ന ദൂരവും ആശങ്കയ്ക്ക് ഇടയാകാറുണ്ട്. സർവേയിൽ പങ്കെടുത്തവരില് 33% വാഹനത്തിന്റെ റീസെയിൽ വിലയിൽ ആശങ്കയുള്ളവരാണ്. മറ്റൊരു പ്രധാന ആശങ്ക EV ബാറ്ററിയെക്കുറിച്ചാണ്. ബാറ്ററിയാണ് EV വാഹനങ്ങളുടെ വിലയുടെ 30%. ഈ ബാറ്ററിയുടെ നിലവാരം പരിശോധിക്കാനുള്ള മാർഗങ്ങൾ പരിമിതമാണെന്ന് വൈദ്യുത വാഹന ഉടമകൾ പങ്കുവെക്കുന്നു. വാഹനം വിൽക്കുന്ന സാഹചര്യത്തില് ഇത് കൂടുതൽ തിരിച്ചടിയാകുമെന്നവർ ഭയപ്പെടുന്നു.